കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിച്ചു, ഇന്ന് പകലിലും ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിലെ വചനം യേശുവിൻ്റെ ഉറച്ച നിലവിളിയോടെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. കണ്ണുനീരിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരോടുകൂടെ ഉറച്ച നിലവിളിയോടുകൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നമ്മെ കുനിഞ്ഞു നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ നോക്കുക മാത്രമല്ല, യേശുവിൻ്റെ ഗെത്സമനിയിലെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതനെ അയച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മെ ശ്രദ്ധിച്ച് നമ്മെ ശക്തിപ്പെടുത്തുവാൻ തൻ്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ച്, ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിൽ ആ വചന ചിന്തകൾ വളരെ എന്നെ മടക്കി വരുത്തുന്ന, കൺവിക്ഷനിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ആ ഭാഗത്തുനിന്ന് മറ്റ് പല നിലകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ഒരു വാക്കാണ് ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന ദൈവശബ്ദം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ആമേൻ. ഈ ദേശത്തെ ദൈവം നമ്മെ വിശാലതയിലേക്ക് നയിക്കും, ആത്മാക്കളെ കൊണ്ട് നയിക്കും. ആമേൻ. ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് എന്നേക്കാൾ പ്രായത്തിലും പക്വതയിലും ശുശ്രൂഷയിലുമൊക്കെ പരിചയമുള്ള അനേക വചനങ്ങൾ കേട്ട ദൈവമക്കളാണ് ഇന്ന് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ തികഞ്ഞ വിനയത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ചിന്ത നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഞാനൊരു പ്രസംഗ മത്സരമല്ല, പ്രസംഗിച്ച് തെളിയിക്കുകയല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. ഈ ധ്യാനങ്ങൾ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകരട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനചിന്ത മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യവും, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളുമാണ്. ഞാൻ ആ വചനഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളയുവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കിട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. മർക്കോസ് 3:27. രണ്ടാമത്തെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനഭാഗങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതലുള്ള വചനഭാഗങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു. എങ്കിലോ അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു. എങ്കിലോ അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. ഈ വചനങ്ങളെ ആസ്പദീകരിച്ചിട്ടുള്ള ചില ചിന്തകളാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ്, ഈ വചനം തന്നെയാണോ ഞാൻ ഇന്ന് പകൽ ശുശ്രൂഷിക്കേണ്ടത് എന്ന് ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയും കർത്താവിനോട് ആലോചന ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസൻ കൊലോസ്യ ലേഖനത്തിൽ നിന്നുള്ള വചനഭാഗം നമ്മെ പ്രാർത്ഥനയുടെ സമയത്ത് ഓർമ്മിപ്പിച്ചത്. ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രനായ യേശു ക്രിസ്തു വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചില ആശയങ്ങൾ പറഞ്ഞ് ഈ വചന ചിന്തകളിലെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ ഇരുട്ടിൻ്റെ രാജ്യവുമായിട്ട് ഒരു ദൈവ പൈതലിന് എപ്പോഴും ഒരു യുദ്ധമുണ്ട്. ആത്മീയ ജീവിതത്തെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയം മുമ്പിലുള്ളത്.
ആത്മീയ ജീവിതത്തെ ഒരു 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 ഓട്ടക്കളത്തോട് നമുക്ക് ഉപമിക്കുവാൻ കഴിയും. ആത്മീയ ജീവിതത്തെ പല നിലകളിൽ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഈ വാക്കുകളും പൗലോസിൻ്റെ മറ്റ് ചില വചനഭാഗങ്ങളുമൊക്കെ നാം ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ദർശനം, ആത്മീയ ജീവിതം ഒരു യുദ്ധ ജീവിതമാണ്. എന്ന് നാം ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു അന്നു മുതൽ ഒരു യുദ്ധം നമുക്കുണ്ട്. ആ യുദ്ധമുള്ളപ്പോൾ തന്നെ യുദ്ധമുഖത്തെപ്പോഴും ഒരു എതിരാളിയുണ്ട്, ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജാവുണ്ട്. എന്നാൽ നമ്മുടെ ചിന്ത ശത്രുവിനെക്കുറിച്ചും അവൻ്റെ എതിരുകളെക്കുറിച്ചും അവൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചുമല്ല. നമ്മോടുകൂടെ ഹല്ലേലൂയ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ യുദ്ധമുഖത്ത് നാം നിൽക്കുമ്പോൾ നാം പരാജയം പേടിച്ച് യുദ്ധം ചെയ്യുന്നവരല്ല, നാം വിജയം വരിച്ചവരായി യുദ്ധം ചെയ്യുന്നവരാണ്. നമ്മുടെ വിജയം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ കാൽവറിയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ആത്മീയ യുദ്ധം വിജയത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല, നാം ജയിച്ചിരിക്കുന്നവരാണ്. നാം യുദ്ധം ചെയ്യുന്നത് ഇനിയൊരു ജയത്തിന് വേണ്ടിയല്ല, ലഭിച്ച ജയത്തിൽ തുടരുവാൻ യുദ്ധം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഞാനതിനെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയും. 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി. അതുവരെ ബ്രിട്ടീഷുകാർ ഭരിച്ച ആ ഇന്ത്യയെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, സ്വതന്ത്ര രാജ്യമായി. എന്നാൽ ആ സ്വതന്ത്ര രാജ്യമായ നിമിഷം മുതൽ ഇന്ത്യയുടെ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവസാനിച്ചില്ല. ഇന്നും ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയ ഒരു സജ്ജീകരണം ഇന്ത്യയിൽ ഇപ്പോഴും അല്ലെങ്കിൽ ലോകത്തെവിടെയും എല്ലാ രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സ്വതന്ത്ര രാജ്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിനു വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരിക്കൽ സ്വതന്ത്രരായി എങ്കിലും അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ തുടരുവാൻ അവർ യുദ്ധമുഖത്ത് ഒരുക്കത്തോടെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യുദ്ധം നാം ജയിച്ചവരാണ്, നമുക്ക് വിജയം ലഭിച്ചു, സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഏത് സമയത്തും ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ, ലഭിച്ച സ്വാതന്ത്ര്യത്തെ നമ്മിൽ നിന്ന് കവർച്ച ചെയ്യാൻ ഒരുക്കത്തോടെ വശങ്ങളിൽ കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ സൈന്യമുണ്ട്. ആ സൈന്യത്തിൻ്റെ പോരാട്ടത്തെ, അവരുടെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് യുദ്ധമുഖത്ത് ഒരു രാജ്യം എങ്ങനെ സജ്ജമായി നിൽക്കുന്നു, ഇതുപോലെ ആയിരിക്കണം ഒരു ആത്മീക ജീവിതം നയിക്കുന്ന ഒരു ആത്മീക പോരാളി. അവൻ എപ്പോഴും യുദ്ധമുഖത്താണെന്നുള്ള ബോധ്യത്തിൽ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ ഈ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചാൽ ഉപവസിച്ചു, വചനം കിട്ടി സമയമുള്ളപ്പോൾ വചനം ധ്യാനിച്ചു. ഒരു പൊത്തുവരുത്ത ജീവിതത്തിൽ ആത്മീക ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി അവൻ ഓർക്കുന്നില്ല അവൻ യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. ആ യുദ്ധമുഖത്ത് അവൻ പോരാടാൻ തയ്യാറാകാത്ത പക്ഷം അവനെ കീഴ്പ്പെടുത്തി ജയിക്കുന്ന ഒരു ശത്രുവിൻ്റെ യുദ്ധം അല്ലെങ്കിൽ ശത്രുവിൻ്റെ എതിരുകൾ അവൻ്റെ ചുറ്റുമുണ്ടെന്ന് അവൻ മറന്നു പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും വചനധ്യാനവും ദൈവത്തോടുള്ള നമ്മുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയും ഒക്കെ വളരെ ആവശ്യമാണ്. ഇതില്ലാതെ പോയാൽ ശത്രുവിൻ്റെ മുമ്പിൽ ആയുധങ്ങളില്ലാതെ ഒരു വ്യക്തി നിൽക്കുന്നത് പോലെ ആയിരിക്കും ആത്മീക ജീവിതമെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രിയിലും ഓർമ്മിപ്പിച്ചു, വീണ്ടും ഓർമ്മിപ്പിക്കുക. ഞാൻ ഒരു ആത്മീക കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ അമ്മ എന്നോട് പറയുന്ന, എൻ്റെ പിതാവ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ്: മോനെ, ആത്മീക ജീവിതം വ്യക്തിപരമാണ്.
ഹല്ലേലൂയ. ആത്മീക ജീവിതം വ്യക്തിപരമാണ്. അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ടും അപ്പൻ പ്രാർത്ഥിച്ചതുകൊണ്ടും നിൻ്റെ ഈ ജീവിതത്തിൽ നിനക്ക് നിലനിൽക്കാൻ കഴിയണമെന്നില്ല. ഒരു പരിധി വരെ അവരുടെ പ്രാർത്ഥന നമുക്ക് സംരക്ഷണമാണ്. എന്നാൽ ആത്മീക ജീവിതത്തിൽ ജയത്തിൽ ജീവിക്കണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയും ദൈവത്തോടുള്ള ബന്ധവും നമുക്ക് അനിവാര്യമാണ്. നാം ഈ വചനഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. വായിച്ച വചനഭാഗത്ത് 1-2 പദപ്രയോഗങ്ങൾ നാം കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. അവിടെ യേശു ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടുക എന്ന ഒരു പദപ്രയോഗം. ഈ വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം, ഏത് സന്ദർഭത്തിലാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യെരൂശലേമിൽ നിന്ന് ശാസ്ത്രിമാരും യെരൂശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബെൽസെബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് യേശു പറഞ്ഞ ഈ വാക്കുകളുടെ പശ്ചാത്തലം. തൻ്റെ ശുശ്രൂഷയെ വിമർശിക്കുന്ന സ്വന്തം ചാർച്ചക്കാർ, തൻ്റെ അധികാരത്തെ വിമർശിക്കുന്ന യെരൂശലേമിലെ ശാസ്ത്രിമാർ, അവൻ ചെയ്ത പ്രവൃത്തികളെയും തൻ്റെ ശുശ്രൂഷയുടെ അധികാരത്തെയും ഭൂതങ്ങളെ പുറത്താക്കിയതിനെയുമൊക്കെ വിരൽ ചൂണ്ടി വിമർശിക്കുമ്പോൾ അവന് ബുദ്ധിഭ്രമമുണ്ട് എന്നും അവൻ സാത്താൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നും യേശുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾക്ക് ഉത്തരമായി യേശു പറയുന്ന വാക്കുകൾ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഈ ഭാഗം ഒന്ന് വിശദീകരിച്ച് വാക്യമായിട്ട് തന്നെ ചിന്തിക്കാം. 23 മുതലുള്ള വാക്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് യേശു കൊടുക്കുന്ന മറുപടി. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ അവരെ അടുക്ക വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? 2, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയില്ല. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയില്ല. സാത്താനോട് എതിർത്ത് ഛിദ്രിച്ചു എങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയില്ല. അവൻ്റെ അവസാനം വന്നു. ഈ വാക്കുകൾ പറഞ്ഞിട്ടാണ് കുറിവാക്യമായി വായിച്ച 27-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടുക. എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? യേശു തന്നെ വിമർശിച്ച വിമർശനങ്ങളുടെ മറുപടിയായി സംസാരിക്കുമ്പോൾ സാത്താന്യ ലോകത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും അവ പ്രവർത്തിക്കുന്ന വിധത്തെക്കുറിച്ചുമാണ് യേശു അവിടെ വ്യക്തമാക്കുന്നത്. സാത്താൻ്റെ ലോകം അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ലോകം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകമാണ്. എന്നാൽ അത് ഒരു റിയൽ വേൾഡ് തന്നെയാണ്. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ ലോകം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, എന്നാൽ അത് ഒരു റിയൽ വേൾഡ് തന്നെയാണ്. നമ്മുടെ അക്ഷരികമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലം നമുക്ക് ചുറ്റുമുണ്ട്. ആ ആത്മമണ്ഡലത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ പോരാടി ജയിച്ച് മുന്നേറാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്ന, നാം അനുഭവിക്കുന്ന ആത്മലോകം, കിങ്ഡം ഓഫ് ഗോഡ്, അതും നമ്മുടെ കണ്ണുകൾക്ക് കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ലോകമാണ്. നമുക്ക് ചുറ്റും ചലിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും ദൂതന്മാരുടെ സാന്നിധ്യവും ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും കണ്ണുകൊണ്ട് കാണാമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മിലെ ആത്മമനുഷ്യന് ഈ ആത്മലോകത്തെ തിരിച്ചറിയാൻ കഴിയും. നമ്മിലെ ആത്മമനുഷ്യന് ആത്മലോകത്തിൻ്റെ സംവിധാനങ്ങളെ തിരിച്ചറിയാൻ കഴിയും. നമ്മിലെ ആത്മമനുഷ്യന് ഈ ആത്മലോകത്തിൽ സഞ്ചരിച്ച് അതിൻ്റെ അധികാരങ്ങളെ കൈകാര്യം ചെയ്ത് യുദ്ധം ചെയ്ത് കീഴടക്കുവാനുള്ള അധികാരവും അതിനുള്ള പ്രാപ്തിയും ദൈവം തന്നിട്ടുണ്ട്.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മലോകത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഇരുട്ടിൻ്റെ ലോകം. ആ ഇരുട്ടിൻ്റെ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇരുട്ടിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം യേശുവോട് പറയുന്നുണ്ട്. വായിച്ച 23 മുതലുള്ള വാക്യങ്ങൾ, 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ സാത്താന്യ ലോകത്തിന് അവരുടെ തമ്മിൽ എന്തുണ്ട്? ഒരു വലിയ ഐക്യതയുണ്ട്. ആരും മിണ്ടുന്നില്ല. സാത്താന്യ ലോകത്തിന് ഒരു വലിയ ഐക്യതയുണ്ട്. അർത്ഥം, അവർ തമ്മിൽ ഛിദ്രിക്കുന്നില്ല, അവർ ഒരുമിച്ച് നിന്ന് പോരാടുകയാണ്. എന്നാൽ ആത്മലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയായ നാം പലപ്പോഴും പിശാചിൻ്റെ ഈ തന്ത്രത്തെ തിരിച്ചറിയുന്നില്ല. പിശാചിൻ്റെ ലോകം ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആത്മലോകത്തിൽ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യേണ്ടെന്ന നാം പലപ്പോഴും ഛിദ്രിച്ചും പിണങ്ങിയും വഴക്കുണ്ടാക്കിയും അവൻ്റെ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നാം പരാജയപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. ഞാൻ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടതും ഞാൻ ശ്രദ്ധിച്ചതുമായിട്ടുള്ള പിശാചിൻ്റെ ഒരു പോരാട്ടത്തെക്കുറിച്ച് പറയാം. ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയുടെ സമയം അടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചനകളുടെ ദൈവിക ഉദ്ദേശങ്ങളുടെ സമയം അടുക്കുമ്പോൾ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതി എന്താണെന്നറിയാമോ? കലക്കം കൊണ്ടുവരും. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദൈവ പദ്ധതിയുടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ, ഒരു ദൈവിക ആലോചനയുടെ നിവർത്തിയുടെ സമയം വരുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയിലേക്ക് പോകാൻ കഴിയാത്ത വിധം കലക്കമിട്ട് ഭാഷ തമ്മിൽ കലക്കി കളഞ്ഞ് നമ്മെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിച്ച് അവൻ്റെ രാജ്യത്തോട് പോരാടാനാകാത്ത വിധം ഛിദ്രിപ്പിക്കുന്ന ഒരു സാത്താന്യ പദ്ധതി ഈ ഭൂമിയിലുണ്ട്. യേശു പറയുക, സാത്താൻ തമ്മിൽ ഛിദ്രിക്കുന്നില്ല, അവർ ഒരുമിച്ച് നിന്ന് പോരാടുകയാണ്. അവർ ഒരുമിച്ച് നിന്ന് പോരാടുന്ന അവരുടെ പോരാട്ടത്തിൻ്റെ ശൈലി എന്താണെന്നറിയാമോ? അവർ ഒരുമിച്ച് നിന്ന് നമ്മെ ഛിദ്രിപ്പിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ ശൈലി സാത്താന്യ ലോകത്തിനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടും അടുത്തു വരുമ്പോൾ നമ്മെ ഛിദ്രിപ്പിക്കുന്ന, നമ്മെ തെറ്റിച്ച് കളയുന്ന, വീട്ടിനകത്ത് വർത്തമാനമിട്ട് കോപം കൊണ്ടിട്ട്, വാഗ്വാദം കൊണ്ടിട്ട് ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന, സമാധാനത്തെ നശിപ്പിക്കുന്ന ഒരു സാത്താന്യ മണ്ഡലമുണ്ട്. അവൻ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യുക. എന്തിനാണെന്നറിയാമോ? നമ്മെ തകർത്ത് കളയാൻ, നമ്മെ ഒറ്റപ്പെടുത്താൻ, ഈ പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ നമ്മെ വിഭജിക്കുവാൻ, നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആത്മലോകത്തിൻ്റെ പദ്ധതിയെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പോരാടുന്ന ഒരു സഭ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പോരാടുന്ന ഒരു സഭ, പോരാടുന്ന ദൈവമക്കൾ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി ആത്മാവിൽ പോരാടുന്ന ചില വ്യക്തികൾ എഴുന്നേൽക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് തിരിച്ചറിയാതെ പോയാൽ ദൈവമക്കളെ, ഈ ആത്മയുദ്ധത്തിൽ നാം പരാജയപ്പെടും. ഞാൻ പറയുന്ന സത്യമല്ലേ? ഒരു വിടുതലിൻ്റെ സമയമാകുമ്പം, ഒരു ദൈവ പദ്ധതിയുടെ സമയമാകുമ്പം ശത്രു എന്ത് ചെയ്യുമെന്നറിയാമോ? കലക്കം കൊണ്ടുവരും. യേശു പറയുകയാണ്, യേശുവിനെ ഈ യഹൂദന്മാർ കുറ്റപ്പെടുത്തുന്നത് ഇവൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന്. എന്നാൽ യേശു പറയുകയാണ്, ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റില്ല. കാരണം അവർ ഒരുമിച്ച് നിന്നാണ് ഈ രാജ്യത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സാത്താനോട് എതിർത്ത് ഛിദ്രിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയില്ല, അവൻ്റെ അവസാനം വന്നു. അപ്പോൾ അവർ ഒരുമിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ആത്മലോകത്തിൽ സഞ്ചരിക്കുന്ന, ആത്മാവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുന്ന ദൈവ പൈതൽ ഈ യുദ്ധത്തെ ജയിക്കണമെങ്കിൽ ഒന്നാമത് ഐക്യതയോടെ ഈ യുദ്ധത്തിൽ പുറപ്പെടണം.
ഹല്ലേലൂയ. ഒരു ദൈവസഭ ഐക്യതയോടെ ഒരു പട്ടണത്തിൽ എഴുന്നേറ്റാൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ഒരു അന്ധകാരത്തിനും ആ സഭയുടെ വിജയത്തെ തടയാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരു കുടുംബം ഐക്യതയോടെ എഴുന്നേറ്റ് കഴിയുമ്പോൾ, ആമേൻ, ഐക്യമായി പ്രാർത്ഥിക്കുമ്പോൾ, ഐക്യതയുടെ ആത്മാവിൽ സഞ്ചരിക്കുമ്പോൾ, ഞാൻ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാം, ആ കുടുംബത്തെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു അന്ധകാരത്തിനും ഒരു വിചാരത്തിനും ഒരു പൈശാചിക പദ്ധതികൾക്കും ഒരു പോരാട്ടത്തിനും കഴിയില്ല. കാരണം ഐക്യതയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ഐക്യതയെ നശിപ്പിക്കുന്ന, നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന സാത്താന്യ പോരാട്ടങ്ങളെ, സാത്താന്യ മണ്ഡലങ്ങളെ ഈ ദിവസങ്ങളിൽ നിർവീര്യമാക്കാൻ ഇന്ന് പകലൊരു അഭിഷേകം നാം ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തെ, അതിൻ്റെ സമയത്തെ ദൈർഘ്യമാക്കുന്നത് പലപ്പോഴും ഈ പോരാട്ടങ്ങളാണ്. ആമേ, വാഗ്ദത്ത നിവൃത്തിയുടെ സമയം വരുമ്പോൾ ആമേ ഛിദ്രിപ്പിക്കുന്ന, ആമേ തകർത്ത് കളയുന്ന, ഐക്യതയെ നശിപ്പിക്കുന്ന ആത്മലോകത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചവരായി, ആത്മാവിൻ്റെ ആയുധങ്ങൾ ഏറ്റെടുത്ത് ആത്മാവിൽ സഞ്ചരിച്ച്, ആമേൻ, ഇന്നലകളിൽ പരാജയപ്പെടുത്തിയ, ഇന്നലകളിൽ പുറകോട്ട് വലിച്ച, ഇന്നലകളിൽ ക്ഷീണിപ്പിച്ച ആ ഇരുട്ടിൻ്റെ പദ്ധതികളെ ജയിക്കുവാൻ ഒരു പുതിയ അഭിഷേകവുമായി നമുക്കിന്ന് പകൽ എഴുന്നേൽക്കാം. നമുക്കിന്ന് പകൽ എഴുന്നേൽക്കാം. എവിടെയെങ്കിലുമൊക്കെ അവൻ തളർത്താൻ ഇന്നലകളിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നമുക്ക് ആയുധം ധരിച്ചവരായി, ആമേൻ, ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ബലത്തിൽ ഇന്ന് പകൽ എഴുന്നേറ്റ് സഞ്ചരിക്കാം. അവൻ്റെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കാം, അവന്റെ പദ്ധതികളെ നിർവീര്യമാക്കാം. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് പകലിൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ. ഇവിടെ ഇരുന്ന് നാം ആരാധിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് നാം ആത്മാവിൽ പോരാടുമ്പോൾ, ആമേൻ, എവിടെയൊക്കെയോ ശത്രു ആമേൻ രഹസ്യത്തിൽ ഒരുക്കി വെച്ച അവന്റെ ആയുധപുരങ്ങളെ നശിപ്പിക്കുന്ന ഒരു അഭിഷേകം ഉടലമന ഹബലഘടക സന്തൽപ്രവനഘടകശിയ ഒരു നിമിഷം ആത്മാവിൽ വിട്ടുകൊടുത്തെന്ന് ആരാധിച്ച് എവിടെയൊക്കെയോ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, ഐക്യതയെ നഷ്ടപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഉന്നതങ്ങളെ, ആമേൻ, വാഗ്ദത്ത നിവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പോരുകളെയും ജയിക്കുന്ന ഒരഭിഷേകം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കവർച്ച, അവന്റെ പദ്ധതികൾ ഒന്നും കൈവശമാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആ ബലവാനായ പിശാചിന്റെ പദ്ധതികളെ, അവന്റെ ബുദ്ധി മണ്ഡലങ്ങളെ, അവന്റെ പോരാട്ടങ്ങളെ പിടിച്ചു കെട്ടുവാൻ ദൈവസഭയ്ക്ക് ദൈവം അധികാരം തന്നിരിക്കുക. ഇന്ന് പകൽ നമുക്ക് ആയുധമേറ്റെടുക്കാം. അവന്റെ പോരാട്ടങ്ങളെ തിരിച്ചറിയാം. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാം. ആമേ, ശത്രു എപ്പോഴും തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ, ആമേൻ, ആത്മാവിൽ സഞ്ചരിക്കുന്ന ദൈവസഭ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല, അവന്റെ തന്ത്രങ്ങളെ അറിയുന്നവരാണ്. അവന്റെ തന്ത്രങ്ങളെ അറിയുക മാത്രമല്ല, അതിനെ ജയിക്കുന്നവരാണ്. ഇന്ന് പകൽ അവന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുക. ഈ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് കടന്നു വന്നത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. അത് ഇപ്രകാരമാണ്: അരാം സൈന്യം ഇസ്രായേൽ ജനത്തിന് വിരോധമായി യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ, ആമേൻ, ഓരോ തവണ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കുമ്പോഴും ഇസ്രായേൽ ജനത്തിന് അരാം രാജാവിൻ്റെയും തൻ്റെ സൈന്യത്തെയും ആ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അരാം രാജാവ് ഒരിക്കൽ തൻ്റെ സൈന്യത്തിലുള്ള എല്ലാവരും വിളിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ആരാണ്
എന്താണ് നമ്മുടെ ഇടയിൽ നമ്മുടെ യുദ്ധതന്ത്രങ്ങളെ ശത്രുപക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? അവർ തമ്മിൽ ചോദിക്കുമ്പോൾ അതിൽ ഒരുവൻ വന്ന് പറയുന്നൊരു വാക്കുണ്ട്, രാജാവേ, നിന്റെ ശയനഗ്രഹത്തിൽ നീ പറയുന്ന രഹസ്യമായ സംഭാഷണങ്ങൾ പോലും തിരിച്ചറിയത്തക്ക വിധത്തിൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. നീ എത്ര രഹസ്യമായി പദ്ധതികൾ മെനഞ്ഞുണ്ടാക്കിയാലും അത് ആത്മാവിൽ തിരിച്ചറിയുന്ന, ഹല്ലേലൂയ, ആത്മീക ദൃഷ്ടിയുള്ള, ആത്മീക കാഴ്ചപ്പാടുള്ള, ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. അവനാണ് നിന്റെ പദ്ധതികളെ തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, പഴയ ഉടമ്പടിയുടെ കീഴിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ പോരാട്ടങ്ങളെ നിർത്തൽ ചെയ്യാൻ അധികാരം ലഭിച്ചെങ്കിൽ, പുതിയ ഉടമ്പടിയുടെ കീഴിൽ യേശു ക്രിസ്തു മുഖാന്തരം ജയം ലഭിച്ച ദൈവമക്കൾക്ക് അവൻ്റെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കാൻ എത്രയധികം അധികാരം അവൻ തന്നിട്ടുണ്ട്. അവൻ്റെ പോരുകളെ നിർവീര്യമാക്കാൻ എത്രയധികം അധികാരം അവൻ തന്നിട്ടുണ്ട്. അവൻ രഹസ്യത്തിൽ പണിഞ്ഞുണ്ടാക്കുന്ന അവൻ്റെ പോരാട്ടങ്ങളെ, അവൻ്റെ യുദ്ധതന്ത്രങ്ങളെ, അവൻ്റെ ആയുധങ്ങളെ ആത്മാവിൽ പ്രാർത്ഥിച്ചു കീഴ്പ്പെടുത്തുന്ന ഒരു അഭിഷേകമുള്ള സഭ ഇവിടെ എഴുന്നേൽക്കട്ടെ. അങ്ങനെ ഒരു സഭ എഴുന്നേറ്റാൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ആത്മമണ്ഡലങ്ങളിൽ അതൊരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കും. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അഭിഷേകം ലഭിച്ച ഒരു സഭയുടെ എഴുന്നേൽപ്പാണ്. ഇന്ന് പകൽ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിയിരിക്കരുത്. ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു പറ, ഇനി എൻ്റെ ഭവനത്തിനകത്ത് ശത്രുവിന് സ്ഥാനമില്ല. ഇനി എൻ്റെ തലമുറയുടെ മേൽ ശത്രുവിന് സ്ഥാനമില്ല. ഇനി എൻ്റെ കൊച്ചുമക്കളുടെ മേൽ ശത്രുവിന് സ്ഥാനമില്ല. ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട്. ഒരു പ്രവാചകൻ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ശത്രുപക്ഷത്തിൻ്റെ പോരുകളെ, ശത്രുപക്ഷത്തിന്റെ ആയുധങ്ങളെ, അവന്റെ പോരാട്ടത്തിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നിർവീര്യമാക്കാൻ പഴയ ഉടമ്പടിയുടെ കീഴിൽ അധികാരമുണ്ടെങ്കിൽ, ആത്മാവിൽ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന മുദ്ര ലഭിച്ച, ആത്മാവിന്റെ നിയോഗം ലഭിച്ച നമുക്ക് നമ്മുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന, നമ്മുടെ തലമുറകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങളെ നിർവീര്യമാക്കാൻ എത്രയധികം അധികാരം തന്നിരിക്കുന്നു. ഞാൻ ഇന്ന് പകലും തിരിച്ചറിയുക, ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല, അത് ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ഹല്ലേലൂയ. സാത്താൻ ഒരുമിച്ച് നിന്ന് ആത്മലോകത്തിൽ ദൈവമക്കൾക്ക് നേരെ പദ്ധതികൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ യേശു പറയുകയാണ്, ഒരു ബലവാൻ എഴുന്നേറ്റാൽ ഇതെല്ലാം അധികാരത്തോടെ അതിനെ കീഴ്പ്പെടുത്താൻ കഴിയും. നമുക്കിന്ന് പകൽ ബലം ധരിച്ചവരായി ഒന്ന് എഴുന്നേൽക്കാം. അവൻ്റെ പോരാട്ടങ്ങളെ ജയിക്കുവാനുള്ള ഒരഭിഷേകം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ മിഷൻ യാത്രകളിൽ ഞാൻ പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട്. ആ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്കത് വലിയ സന്തോഷമേ ഉള്ളൂ. എന്നേക്കാൾ അനുഭവമുള്ള ദൈവദാസനാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കൊച്ചു അനുഭവങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന ദൂതുകളെ ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. 2019 ഞങ്ങൾ ഇന്തോനേഷ്യ എന്ന ഒരു മുസ്ലിം രാജ്യത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്നു. ആ രാജ്യത്തിൽ കടന്നു ചെന്ന സമയത്ത്
സമയത്ത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. നൂറുകണക്കിന് ആളുകൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് അവിടെയുള്ള ഒരു ദൈവദാസനോട് ചോദിച്ചു, പാസ്റ്റർ, ഇവിടെ അടുത്തല്ല, ഒരു 5 മണിക്കൂർ യാത്ര ചെയ്താൽ ഒരു പ്രത്യേക ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ ഒരു ദൈവദാസൻ ദീർഘവർഷമായിട്ട് വേല ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം അടിക്കടി നിരന്തരമായിട്ടുള്ള രോഗങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോകുകയാണ്. സഭ വളരുന്നില്ല. 13 വർഷമായിട്ട് 6 പേരാണ് ആ ചർച്ചിലുള്ളത്. സഭ വളരുന്നില്ല. വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമെന്ന് ഈ ദൈവദാസൻ നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ യാത്ര ചെയ്ത് ബോർണിയോ എന്ന ഒരു ഐലൻഡിൻ്റെ ഒരു ഭാഗമാണ്. ആ ഐലൻഡിൽ ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരു യവനക്കാരനായ ദൈവദാസൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ ശുശ്രൂഷ ചെയ്യുക. അവിടെ ചെന്ന് 40 നിമിഷം സംസാരിച്ചപ്പോൾ വേദനയോടുകൂടെ താൻ നിരന്തരമായി അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, പൈശാചിക ക്ലേശങ്ങളെ കുറിച്ച് താൻ പങ്കുവെച്ചു. അവിടെ ദീർഘവർഷങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടും ആളുകൾ സുവിശേഷത്തോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ തന്നു. ഞാൻ അഭിഷിക്തനോട് ചോദിച്ചു, ദൈവദാസനെ, താങ്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ഒരനുഭവം താങ്കൾക്കുണ്ടോ? അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞു, എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്കറിയാം, സുവിശേഷം അറിയാം, യേശുവിനെ കുറിച്ച് അറിയാം. എന്നാൽ മാളിക മുറിയിലെ അനുഭവം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു കാഴ്ച കാണിച്ചു. ആ കാഴ്ച അവിടെയുള്ള ഒരു അന്ധകാര ശക്തി ഈ ശുശ്രൂഷകനെയും തൻ്റെ കുടുംബത്തെയും ആ ചേർച്ചിനെയും എതിരെ വളരെ ശക്തമായി വെല്ലുവിളി ഉയർത്തുന്ന ഒരു പൈശാചിക പദ്ധതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് തന്നു. ഈ ദൈവദാസൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ വർഷത്തിൽ ഒരിക്കൽ ആ രാജ്യത്തിലെ മന്ത്രവാദികളെല്ലാം കടന്നു വന്ന് മന്ത്രവാദം ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അദ്ദേഹം പറഞ്ഞു, വർഷത്തിൽ ഒരിക്കൽ ആ സ്ഥലത്തിലേക്ക് കയറാൻ തന്നെ 1000 പന്നികളെ വെട്ടി അതിൻ്റെ ചോര ഒരു പുഴയായി ഒഴിച്ച് അങ്ങനെയാണ് ആ സ്ഥലത്തേക്ക് അവർ കടക്കുന്നത്. അതൊരു ശാപ നിലമാണ്. അവിടെ രക്തമൊഴുക്കാതെ ആര് കാല് ചവിട്ടിയാലും അവർ രോഗം ബാധിച്ച് മരിക്കും. അങ്ങനെ ഒരു അന്ധകാരത്തിൻ്റെ വെല്ലുവിളി ആ സ്ഥലത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത വചനം എൻ്റെ ഉള്ളിൽ തന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ അടുത്ത വചനം, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം ഞാൻ നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ശത്രുവിൻ്റെ ടെറിറ്ററിക്കകത്ത് കാല് ചവിട്ടി നീ പ്രാർത്ഥിക്കണം. ഈ അഭിഷിക്തനോട് പറഞ്ഞു, നമുക്ക് ആ സ്ഥലം വരെ നടക്കാം. അവിടെ ചെന്ന് ആ സ്ഥലത്തിൽ കാല് ചവിട്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് ചെയ്യരുത്, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ വിശ്വാസത്തോടെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് കടന്നു ചെന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, എവിടെ പോകുകയാണ്? ഞങ്ങൾ പറഞ്ഞു, ആ നിലത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ ആളുകൾ ഒരു 5-10 പേര് ഞങ്ങളോടൊപ്പം കടന്നു വന്നു. ആ നിലത്തിൽ അല്ലെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കല്ല് ഇട്ടുകൊണ്ട് അവരൊരു അതിർത്തി വെച്ചിട്ടുണ്ട്. ആ അതിർത്തിക്കപ്പുറം ഒരു കൊച്ചു കുഞ്ഞു പോലും കടക്കാതിരിക്കാൻ അവരൊരു അതിർത്തി തിരിച്ചു വെച്ചിരിക്കുക. ഞങ്ങൾ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് ആലോചന നൽകി, ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം ഞാൻ നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു. ഞാനിത് പറയുന്നത് എൻ്റെ വലുപ്പത്തെക്കുറിച്ചല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ്.
പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗപ്രകാരം ആമേൻ സ്ഥലത്തിൽ ഞങ്ങൾ കാല് ചവിട്ടി. ആ പ്രതിഷ്ഠ ഇരിക്കുന്നത് ഏകദേശം ഒരു നദിയുടെ തീരത്താണ്. അല്പം കൂടെ മുമ്പോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആ സ്ഥലത്ത് പ്രവേശിച്ച് അന്യഭാഷകളിൽ ആമേൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നോട് കൂടെയുള്ള ദൈവദാസൻ ആ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ ആത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആമേൻ ലോകം ശാപനിലമെന്ന് മുദ്ര കുത്തിയ ആഭിചാരത്തിൻ്റെ ആമേൻ മന്ത്രവാദികളുടെ ഈറ്റില്ലമായ ആ മണ്ണിൽ അഭിഷേകത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അഭിഷേകം പ്രാപിക്കാത്ത ദൈവദാസൻ പെട്ടെന്ന് ആത്മനിറവിൽ ആമേൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ദൈവം ആമേൻ സകല ഭൂമിയെയും ഭൂതലത്തെയും അതിലെ നിവാസികളെയും നിയന്ത്രിക്കുന്നത് അന്ധകാര മണ്ഡലങ്ങളല്ല, ഇതിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് എവിടെയും ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയും. അഭിഷേകം തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു. ഞങ്ങളെല്ലാവരും അന്യഭാഷയിൽ സ്തുതിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അന്യഭാഷയിൽ ഞങ്ങൾ ആ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ആത്മാവിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. വചനം ഇങ്ങനെ പറഞ്ഞു, യേശു ഇങ്ങനെ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല അധികാരത്തെയും ചവിട്ടാൻ അധികാരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായി 28 ആമേൻ പറഞ്ഞിരിക്കുന്ന വചനം, ആമേൻ സ്വർഗത്തിലെയും ഭൂമിയിലും സകല അധികാരവും ആമേൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോകുക. ദൈവമക്കളെ, വചനത്തിന് ശക്തിയുണ്ട് കേട്ടോ. ആത്മാവിൽ വചനം ഉച്ചരിക്കുമ്പോൾ ആമേൻ ഇരുട്ടിൻ്റെ ശക്തി എത്ര പ്രബലനാണെങ്കിലും നീ ആത്മാവിൽ വചനം പറയുമ്പോൾ, ആമേൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ചില ദൂതുകൾ കൈമാറുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികളെ കീറി മുറിക്കുന്ന ഒരഭിഷേകമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പകർന്നിരിക്കുന്നതെന്ന് എത്ര പേരെന്ന് പകൽ വിശ്വസിക്കുന്നു? പക്ഷേ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നും സംഭവിച്ചില്ല. ഈ ദൈവദാസൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതൊഴിച്ചാൽ ഞങ്ങൾ അവിടെ വേറൊന്നും കണ്ടില്ല. ആ പ്രതിഷ്ഠയെ ഞങ്ങൾ കൈയൊന്നും വെച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് ആ മണ്ണിൽ നിന്ന് തിരിച്ചു പോന്നു. പക്ഷെ പോകുന്ന വഴിയിൽ ആമേൻ ഞങ്ങൾ ജീവനോടെ വരുന്നോ എന്ന് കാത്തു നിന്ന ഒരു 10 പേരുണ്ട്. അവർ ജീവനോടെ തിരിച്ചു വന്നു എന്ന് കണ്ടപ്പോൾ അതിൽ ഒരു മനുഷ്യൻ പറയാ, എൻ്റെ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അതുവരെ സുവിശേഷത്തിന് വേണ്ടി വാതിൽ തുറക്കാത്ത ആ ഗ്രാമത്തിൽ അന്നു പകൽ ആമേൻ ദീർഘനാളുകളായി ആമേൻ രോഗം ബാധിച്ചു കിടക്കുന്ന ആ വീട്ടിനകത്ത് കടന്നു ചെന്നു. അവിടെ രോഗം ബാധിച്ച വ്യക്തിയെ കൈപിടിച്ചു. അവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അന്ന് രാത്രി 45 പേർ ആമേൻ സുവിശേഷം കേൾപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ ഇരുട്ടിൻ്റെ ഏത് ശക്തികളെയും ജയിക്കുന്ന ഒരു അഭിഷേകം ദൈവം നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഭ അധികാരം തിരിച്ചറിയണം. നാം കരയുന്നവർ മാത്രമല്ല, നാം ദൈവസന്നിധി മുട്ടുമടക്കി കരയുക മാത്രമല്ല, കരയുന്നവൻ അധികാരത്തോടെ ചിലത് സംസാരിക്കുമ്പോൾ, അവൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ചിലത് പ്രഖ്യാപിക്കുമ്പോൾ ബലവാന്റെ ബലത്തെ പിടിച്ച് കെട്ടുന്ന ഒരഭിഷേകം ആ വാക്കുകളിലൂടെ ചലിക്കുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശു പറയുക, ഈ ബലവാനെ പിടിച്ചു കെട്ടണം, ഈ ബലവാനെ പിടിച്ചു കെട്ടണം. എന്താണ് സാത്താന്യ രാജ്യത്തിൻ്റെ ആ പ്രവർത്തനം? അതൊന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ യേശു പറഞ്ഞ ഈ വാക്ക് അല്ലെങ്കിൽ ഈ ദൂതിലേക്ക് തന്നെ മടങ്ങി വരാം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സാത്താന്യ ലോകം ചലിക്കുന്നത്? ആ സാത്താന്യ ലോകത്തിൻ്റെ ഗവൺമെൻറ് സിസ്റ്റത്തെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേനയോടും അത്രേ. പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ആത്മലോകത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ ആത്മലോകത്തെക്കുറിച്ച് തിരിച്ചറിയണം. ഈ ആത്മലോകത്തിൽ സഞ്ചരിക്കുന്ന ചലിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ നിങ്ങൾ തിരിച്ചറിയണം. ആ സിസ്റ്റമാണ് ഇന്നും മനുഷ്യരെ നിയന്ത്രിക്കുന്നത്. വീണുപോയ പാപത്തിൽ വീണുപോയ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിൻ്റെ സിസ്റ്റം
സിസ്റ്റമാണ്, ഈ ഇരുട്ടിൻ്റെ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെ നിങ്ങൾ തിരിച്ചറിയാതെ പോയാൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങളോടായിരിക്കും. എന്നാൽ ഈ സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞവൻ യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങളോടല്ല, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടൻ്റെ പദ്ധതികളോടാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ കലക്കം കൊണ്ടുവിടുന്ന, നമ്മുടെ വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കുന്ന, നമ്മുടെ വീട്ടിലെ സമാധാനം നശിപ്പിക്കുന്ന ഒരു ദുഷ്ട ആത്മസേനയുണ്ട്, ഒരു പൈശാചിക ലോകത്തിൻ്റെ ശക്തിയുണ്ട്. അതിനെക്കുറിച്ച് നാം ബോധവാന്മാരല്ലെങ്കിൽ നാം പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഈ പൈശാചിക ലോകത്തിൻ്റെ സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞാൽ നാം പരസ്പരം യുദ്ധം ചെയ്യില്ല. ഒരുവൻ വേറൊരുവനോട് കോപമുണ്ടായാലും ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന സിസ്റ്റത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവൻ ആ തന്ത്രത്തിന് വിട്ടുകൊടുക്കത്തില്ല. അവൻ അതിനെ ആത്മാവിൽ ജയിച്ച് കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാസംഗികന്. കാരണം പലപ്പോഴും ആളുകൾക്കൊരു ചിന്തയുണ്ട്, പ്രസംഗിക്കുന്ന ആൾക്കാർ പൂർണ്ണരാണ്, പ്രസംഗിക്കുന്ന ആൾക്കാർ ഇതൊന്നും അവരെ ഇതൊന്നും തൊടത്തില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ എവിടെയൊക്കെയോ നമ്മുടെ ആളുകളുടെ ഉള്ളത്തിലുണ്ട്. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, പലപ്പോഴും ഈ ഒരു പോരാട്ടത്തിൻ്റെ തന്ത്രം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിവാഹം കഴിച്ച സമയത്ത്, ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി, എൻ്റെ വൈഫ് അമേരിക്കയിലെ ടാംപ ഫ്ലോറിഡയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഞങ്ങൾ തമ്മിൽ കൾച്ചർ വൈസ് ഒരു വലിയ അന്തരമുണ്ട്. ഭാഷ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഭാഷ സംസാരിക്കുന്നവരാണ്, രണ്ട് വ്യത്യസ്ത ജീവിത അനുഭവത്തിൽ ജനിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നതിലും ഞങ്ങൾ സംസാരിക്കുന്നതിലും ഞങ്ങൾ അതുവരെ വിശ്വസിച്ചതും ജീവിച്ചതുമായ ജീവിത ശൈലിക്കൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്നെ ശുശ്രൂഷയിൽ മെന്റർ ചെയ്യുന്ന ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രത്യാശ്, നിന്റെ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയിൽ വേണം ആരംഭിക്കാൻ, പ്രാർത്ഥനയിൽ വേണം ആരംഭിക്കാൻ. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അന്ന് സന്ധ്യയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ ഒന്നിപ്പിച്ചത് ഒരു വിവാഹ ജീവിതത്തിൻ്റെ സിസ്റ്റത്തിന് വേണ്ടി മാത്രമല്ല, ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ യോജിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദൈവ പദ്ധതി പൂർത്തീകരിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവിൻ്റെ പദ്ധതി മറുഭാഗത്തുണ്ട്. അതിനെ നാം തിരിച്ചറിയണം. ഞാനിത് പറഞ്ഞ കാര്യമാണ്. എൻ്റെ വൈഫും ഞാനും ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കോപിച്ചാൽ, ഞാൻ എന്തെങ്കിലും വൈകാരികമായി പ്രതികരിച്ചാൽ അത് ശത്രുവിൻ്റെ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് നീ എൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തെ ആത്മാവിൽ നേരിടണം. ഹല്ലേലൂയ, ആത്മാവിൽ നേരിടണം. ഞാൻ പറഞ്ഞു, ഞാൻ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നീ ആത്മാവിൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ആരും വേണ്ടെന്നില്ല. വീട്ടിൽ ഭർത്താവ് നന്നായി കോപിക്കുമ്പോൾ ഒന്ന് ശീലിച്ചു നോക്കുക. ആളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറയരുത്, ആളുടെ മുഖത്ത് നോക്കി വിട്ടുപോ പിശാചെന്നൊന്നും പറയരുത്. പക്ഷെ നിങ്ങൾ ആത്മാവിൽ അകത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഒരു പരിധി വരെ ആ വ്യക്തിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആ പൈശാചിക പദ്ധതിയെ അറസ്റ്റ് ചെയ്യാൻ നമ്മിലെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ കഴിയും. ഇന്ന് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷമായി. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നില്ല, വ്യത്യസ്തമായ ചിന്തകളില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ 7 വർഷത്തിനകത്ത് ഒരിക്കൽ പോലും ശത്രുവിൻ്റെ തന്ത്രത്തിന് ഞങ്ങൾ അടിയറവ് പറഞ്ഞിട്ടില്ല. ഒരു സന്ധിയിൽ പോലും ഹല്ലേലൂയ ധൈര്യത്തോടെ ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് പറയാ, ഒരിക്കൽ പോലും അവൻ്റെ തന്ത്രം അറിയാതെ ഞങ്ങൾ പിണങ്ങിയിരുന്നിട്ടില്ല, പരസ്പരം യുദ്ധം ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ പ്രാർത്ഥനയുടെ മിടുക്കല്ല, ആത്മലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മലോകത്തെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ അവൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് പറയാ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മളോട് ഒരാൾ ശക്തമായിട്ടൊന്ന് കോപിച്ചാൽ നമ്മുടെ ജഡം നമ്മളോട് പറയും തിരിച്ച് 2 വാക്കെങ്കിലും. പക്ഷെ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെക്കുറിച്ച് ബോധ്യം ലഭിച്ചവൻ മിണ്ടത്തില്ല. അവൻ തിരിച്ചു പറയും, കർത്താവേ,
ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കുക. ആമേൻ. ഞാൻ ഈ വ്യക്തിയോട്, നമ്മെ ആത്മാവിൻ്റെ ജീവിതത്തിൽ നയിക്കുവാൻ പ്രാപ്തീകരിക്കുന്നത് ഈ ബോധ്യമാണ്. പക്ഷെ പലപ്പോഴും ഈ ബോധ്യം നമുക്കില്ലാതെ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ആത്മലോകത്തെക്കുറിച്ചും ആത്മലോകത്തിൽ ചലിക്കുന്ന പൈശാചിക ചലനങ്ങളെക്കുറിച്ചും ബോധവാനായിരുന്നു. നിങ്ങൾക്കറിയാമോ, ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ യേശു വളരെ ബോധവാനായിരുന്നു. ചില ഇടങ്ങളിൽ യേശു ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഉള്ളവരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഈ അത്ഭുതത്തെക്കുറിച്ച് ആരോടും പറയരുത്. യേശു വളരെ സ്ട്രാറ്റജിക്കായിട്ടാണ് തൻ്റെ മിനിസ്ട്രി ചെയ്തത്. താൻ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തില്ല. അങ്ങനെ തന്നെ കാണാൻ കഴിയും. ചില പരീശന്മാരും സാദൂക്യരും വാക്കുകളിൽ തന്നെ കുടുക്കുവാൻ കടന്നു വന്നപ്പോൾ യേശുവിടെ മൗനമായിരുന്നു. അവിടെ മൗനമായിരിക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം തനിക്കറിയാം. തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് തൻ്റെ ശുശ്രൂഷയും അധികാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആത്മലോകത്തിൻ്റെ പദ്ധതികളെ കുറിച്ച് തിരിച്ചറിവുള്ള യേശു ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് അവൻ എതിർത്തു നിന്നു. അവൻ ചിലതിനെ മൗനമായി നേരിട്ടു, ചിലതിനെ ആത്മാവിൽ പോരാടി ജയിച്ചു. ഇന്നു പകൽ രഹബോത്ത് സഭയിൽ അങ്ങനെ പോരാടി ജയിക്കുന്ന ആത്മലോകത്തിൻ്റെ പദ്ധതികളെ ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ അത് എഴുന്നേൽക്കട്ടെ. അങ്ങനെ ഒരുവൻ എഴുന്നേറ്റാൽ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. ഒരുവൻ ആത്മാവിൽ സഞ്ചരിച്ചു തുടങ്ങിയാൽ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് പറയുന്നു, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോക അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ. 4 തരത്തിലുള്ള പൈശാചിക കൂട്ടുകെട്ടുകളെ കുറിച്ചാണ് അവിടെ പൗലോസ് സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഈ ഭാഗം എടുത്തത് തന്നെ അടുത്ത ഒരു വചനത്തെ നിങ്ങളുടെ മുമ്പിൽ തുറക്കാനാണ്. നോക്കുക, പൗലോസ് സാത്താന്യ ലോകത്തിൻ്റെ 4 വിധത്തിലുള്ള സിസ്റ്റത്തെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ യേശു പറഞ്ഞ വാക്ക് ഇനി ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ട് തിരിച്ചറിയണം. പൗലോസ് പറയുന്നു, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോക അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. ഇങ്ങനെ 4 വിധത്തിലുള്ള പൈശാചികമായ ഒരു സംവിധാനം നമുക്ക് ചുറ്റും യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇനി ലൂക്കോസ് 11 21 22 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 11 21 22 വാക്യങ്ങൾ. അവിടെ പറയുന്നു, ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ നിൽക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബലവാൻ മർക്കോസിൽ പറഞ്ഞിരിക്കുന്ന അതേ ബലവാൻ തന്നെയാണ്. ആ ബലവാൻ അത് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബലവാൻ എന്ന പദം ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനെ കുറിച്ച് പറയുന്നു. പൗലോസ് പറയാണ്, ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തു വക ഉറപ്പോടെ ഇരിക്കുന്നു. ഇനി നിങ്ങൾ 22 വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, അടുത്ത പറയുന്ന പദം എന്താണ്? അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചു ബലവാനാണെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ വന്നത് ഭൂതങ്ങളെ കൊണ്ട് പുറത്താക്കാനല്ല, ഞാൻ വന്നത് ബലവാനായവനെ കൊണ്ട് പുറത്താക്കാനല്ല, ഞാൻ വന്നത് ബലവാനിലും വലിയവനായവനെ കൊണ്ട് പുറത്താക്കാനാണ്. അവനിലും ബലവാനായവനാണ് ഈ വന്നിരിക്കുന്ന ഞാൻ. ബലവാൻ അവൻ്റെ യുദ്ധതന്ത്രങ്ങൾ ഈ ലോകത്തിൽ പയറ്റുമ്പോൾ അവനും ബലമേറിയവൻ അഭിഷേകത്തോടെ അവൻ്റെ ആയുധങ്ങളെ കീഴ്പ്പെടുത്തുവാനാണ് പിതാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. എപ്പോൾ വരെ? അവനിലും ബലവാൻ എഴുന്നേൽക്കുന്നത് വരെ. അർത്ഥം ഇത്രയുള്ള ശത്രുവിൻ്റെ ഏതു
പദ്ധതിയെയും ജയിക്കാൻ അവനിലും ബലവാനായവന് കഴിയും. അവനിലും ബലവാനായവന് കഴിയും. പ്രിയമുള്ളവരെ, യേശു ഈ ഭൂമിയിൽ വന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാനാണ്. 1 യോഹന്നാൻ 3 അധ്യായം 8 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ, ആ വാക്കൊന്ന് പറഞ്ഞേ, അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3:8 പറഞ്ഞിരിക്കുകയാണ്: ബലവാനായവൻ, അവനിലും ബലവാനായവൻ വന്നത് എന്തിനാണെന്നറിയാമോ? ബലവാനായവന്റെ ശക്തി കേന്ദ്രങ്ങളെ അഴിക്കാൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്, ഹല്ലേലൂയ, അവന്റെ പദ്ധതികളെ അഴിപ്പാനാണെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അവന്റെ പദ്ധതികളോട് കോംപ്രമൈസ് ചെയ്യാനല്ല, അവനിലും ബലമേറിയവനായി ശത്രുവിന്റെ കോട്ടകളെ കവർച്ച ചെയ്യാൻ, അവന്റെ പദ്ധതികളെ നിർവീര്യമാക്കാൻ ഒരു ഉയർന്ന അഭിഷേകത്തിന്റെ തലത്തിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച യേശു പറയാണ്: അവനിലും ബലമേറിയവൻ, അവനിലും ബലമേറിയവൻ, അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ, ഹല്ലേലൂയ, അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ സംഭവിച്ചത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെ അവൻ മായിച്ചു. ക്രൂശിൽ പിശാചിനെ അവൻ പരസ്യ കോലമാക്കി. അവൻ്റെ സകല തന്ത്രങ്ങളെയും അവൻ്റെ സകല ആയുധങ്ങളെയും അവൻ ക്രൂശിൽ നിർവീര്യമാക്കി. അവനിലും ബലവാനായവൻ, ഹല്ലേലൂയ, അവൻ്റെ തന്ത്രങ്ങളെ ജയിച്ചുവെങ്കിൽ ഇന്നു പകൽ ക്രൂശിൽ ജയിച്ച യേശുവിൻ്റെ ആ പദ്ധതിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായ നമുക്ക് തോൽവിയല്ല, അവൻ മുഖാന്തരം ജയമത്രേ ഉള്ളത്. ഹല്ലേലൂയ. റോമാലേഖനം 8:37 പൗലോസ് ഇങ്ങനെ പറഞ്ഞു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്: yet in all these things we are more than conquerors through him. hallelujah. അവൻ മുഖാന്തരം, ഒന്ന് പറഞ്ഞേ, അവൻ മുഖാന്തരം സകലത്തിൻ്റെ മേലും ജയം ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജയിച്ചവനാണെന്ന് മാത്രമല്ല, അവൻ മുഖാന്തരം സകലത്തിൻ്റെ മേലും ജയിക്കുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുക. ഇന്ന് പകൽ എത്ര പേരുടെ അകത്ത് ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ട്? അവൻ ഇന്നലകളിൽ ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോയെങ്കിൽ സഭ ഇനി ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ, അവൻ്റെ വാഴ്ചകളെ, അവൻ്റെ അധികാരങ്ങളെ, സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനകളെ ഭയപ്പെടാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അവനിലും ബലവാനായവൻ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇനി അവൻ മുഖാന്തരം സകലവും നമുക്ക് ജയമായി തീർന്നിരിക്കുകയാണ്. ഇതൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിൻ്റെ മേലും ജയം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വെളിപ്പാടാണ്. എന്ന് ഈ വെളിപ്പാട് നമുക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നു, അന്നു മുതൽ സാത്താന്യ ലോകത്തോട് നാം കോംപ്രമൈസ് ചെയ്യുകയല്ല, യുദ്ധം ചെയ്യുന്നവരാകും. സാത്താന്യ ലോകത്തോട് നാം പോരാടുന്നവരാകും, അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവരാകും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സാത്താന്യ ലോകത്തെ കീഴ്പ്പെടുത്തി ജയിക്കുന്ന ബലാൽക്കാരികൾ രഹോബോത്ത് സഭയിൽ എഴുന്നേൽക്കണം. ബലാൽക്കാരികൾ രഹോബോത്ത് സഭയിൽ എഴുന്നേൽക്കണം. ആത്മമണ്ഡലത്തിൽ പോരാടി ജയിക്കുന്ന, അഭിഷേകം പ്രാപിച്ച, വെളിപ്പാട് പ്രാപിച്ച, ദൈവവചനം എന്ന ആയുധം ധരിച്ച ദൈവമക്കൾ എവിടെ എഴുന്നേൽക്കുന്നോ അവിടെ ശത്രുവിന്റെ ബലം ഇല്ലാതെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇനി ഭയപ്പെടുവാൻ
ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവമക്കളെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അധികാരമാണോ നമ്മുടെ അകത്തുള്ളത്? അതിൻ്റെ അർത്ഥം നീ അവനിലും ബലമേറിയവനാണ്. പുത്രത്വത്തിൻ്റെ അധികാരം പ്രാപിച്ച ദൈവ പൈതൽ ഇനി അടിമയല്ല, ഇനി അവനിലും ബലമേറിയവനാ. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ അവൻ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബലം പകർന്നിരിക്കുന്നു. അവന്റെ പോരാട്ടങ്ങളെ കണ്ടു ഭയപ്പെടുവാനല്ല. പൗലോസ് റോമർ 8:37 പറഞ്ഞിരിക്കുന്നു, അവൻ മുഖാന്തരം സകലത്തിന്റെ മേലും ജയം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജയത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. ജയത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. എവിടെല്ലാം ജയം? ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ മേൽ ജയം, പാപത്തിൻ്റെ മേൽ ജയം, ശത്രുവിൻ്റെ പദ്ധതികളുടെ മേൽ ജയം, ഇരുട്ടിൻ്റെ മേൽ ജയം. ഹല്ലേലൂയ. അവൻ്റെ വാഴ്ചകൾക്ക് മേൽ ജയം. സകലത്തിൻ്റെ മേലും ജയിച്ചവരായി അധികാരത്തോടെ സഞ്ചരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്നു പകൽ എവിടെയെങ്കിലുമൊക്കെ ഹല്ലേലൂയ ഭയത്തിൻ്റെ അടിമപ്പെടുത്തുന്ന ആ ദാസ്യത്വത്തിൻ്റെ മനോഭാവം നമ്മിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നു പകൽ ആ ദാസ്യത്വത്തിൻ്റെ മനോഭാവത്തെ വലിച്ചു കീറിയിട്ട് പുത്രത്വത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് പറ, അവൻ എന്നെ വിളിച്ചത് ശത്രുവിൻ്റെ അധികാരങ്ങളെ തകർക്കുന്ന ഒരഭിഷേകവുമായി മുന്നേറുവാനാണ്. അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനല്ല, അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ അവൻ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ആ അധികാരം തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവന് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ ഇത്രയധികം പ്രയോജനപ്പെടുവാനുള്ള കാരണം തന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലുപ്പത്തെക്കുറിച്ചും താൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചും ഉള്ള വെളിപ്പാട് തനിക്കുണ്ടായിരുന്നു. എഫെസോസ്, കൊരിന്ത് തുടങ്ങിയുള്ള പട്ടണങ്ങളിൽ പൗലോസ് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള മന്ത്രവാദികളും അവിടെയുള്ള പൈശാചിക വേൾഡും വളരെ സജീവമാണ്. എന്നാൽ പൗലോസ് എന്ന ഒറ്റ മനുഷ്യൻ ഒരു പട്ടണത്തിൽ കാല് ചവിട്ടുമ്പോൾ അവിടെയുള്ള സാത്താന്യ ലോകം ഭയന്നു വിറയ്ക്കുക. കാരണം അവനൊരു വെളിപ്പാടുണ്ട്. എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് അവനിലും ബലമേറിയവൻ്റെ ആത്മാവാണ്. ശത്രു എത്ര പ്രബലനാണെങ്കിലും അവനെ ജയിക്കുന്ന ഒരഭിഷേകം അവൻ എൻ്റെ അകത്തു പകർന്നിരിക്കുക. എന്നെ അത്ഭുതപ്പെടുത്തിയ പൗലോസിൻ്റെ ശുശ്രൂഷയിലെ ഒരു സന്ദർഭം അതിപ്രകാരമാണ്. പൈശാചികമായിട്ടുള്ള സ്വാധീനം കൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക സ്പിരിറ്റിനെ പൗലോസ് പുറത്താക്കിയത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി, അവനൊന്ന് തിരിഞ്ഞു നോക്കി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ മേൽ വ്യാപരിച്ച ദുരാത്മാവ് അവളെ വിട്ട് പോയി. നിങ്ങളാരും പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മുടെ ഒരു നോട്ടത്തിൽ പോലും ഹല്ലേലൂയ പിശാച് ഭയന്നു വിറയ്ക്കത്ത പോലെ ഒരധികാരം ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുക. നീ ഒന്ന് നോക്കിയാൽ, നീ ഒരു വാക്കു പറഞ്ഞാൽ, നീ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയാൽ, നീ ഒന്ന് കരമൊന്നുയർത്തി പ്രാർത്ഥിച്ചാൽ, ഇന്ന് പകൽ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശത്രുവും ഇല്ലെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അധികാരം ഏറ്റെടുക്കണം. യേശുവിൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന നമുക്കൊരു മാതൃകയാണ്. അപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരത്തോടു കൂടിയ പ്രാർത്ഥനയും നമുക്കൊരു മാതൃകയാണ്. ആമേൻ. യേശു അധികാരത്തോടെ പ്രാർത്ഥിച്ചു. യോഹന്നാൻ 11 ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന
ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ വരികളും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പകൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവ പദ്ധതികൾ ഇവിടെ സംഭവിക്കും? ഹല്ലേലൂയ. ഇന്നലകളിൽ വാഗ്ദത്തങ്ങളെ തടഞ്ഞ പാർശ്യ ലോകത്തിൻ്റെ പ്രഭുവിനെ കീഴ്പ്പെടുത്തുവാൻ, വാഗ്ദത്തങ്ങളെ ആത്മമണ്ഡലത്തിൽ തടയുന്ന ചില പൈശാചിക വെല്ലുവിളികളെ കീഴ്പ്പെടുത്താൻ ഇന്ന് പകൽ സഭയ ദൈവം അധികാരം തന്ന് എഴുന്നേൽപ്പിക്കുന്ന ദിവസമാണെന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവശബ്ദം കേട്ടു. ഞാനത് വിശ്വസിക്കുന്നു. ചില വാഗ്ദത്തങ്ങൾ ഇന്നലകളിൽ മുടങ്ങിപ്പോയത്, ഇന്നലകളിൽ എവിടെയൊക്കെയോ തടഞ്ഞു പോയത്, അത് നിവർത്തീകരിക്കപ്പെടുന്ന മണിക്കൂറുകൾ, ദിവസങ്ങളാണ് മുൻപിലുള്ളതെന്ന് ആത്മാവിന്ന് പകൽ ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. താൻ വേറിട്ട് പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും. താൻ ശിഷ്യന്മാരെ നിയോഗിക്കുമ്പോൾ പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും. എന്നാൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, അത്ഭുതപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥന. ഞാൻ ആ വചനഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. 42, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഒറ്റ പ്രാർത്ഥനയാണ്. യേശു ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണ്? മരിച്ച് നാറ്റം വമിച്ച ലാസറിൻ്റെ ശവക്കല്ലറയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വരികളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. മാനുഷികമായി നോക്കിയാൽ അസാധ്യമായ ഒരു സാഹചര്യം. മരിച്ച ഒരു മനുഷ്യൻ, മരിച്ചിട്ട് മണിക്കൂറുകളാണെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയുമൊക്കെ ഒന്ന് വിശ്വസിക്കാം. ഇവിടെ മരിച്ചു, അവൻ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് എങ്ങനെയാണ്, ബഥാനിയ എന്ന പട്ടണം ഈജിപ്തുമായിട്ട് ബന്ധമുള്ള ഒരു കൾച്ചർ ഈ ബഥാനിയയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ആ പട്ടണത്തിൽ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവർ ശവസംസ്കാരം ചെയ്യുന്നത് ഈജിപ്തിൽ എങ്ങനെയാണോ ശവസംസ്കാരം ചെയ്യുന്നത് അതേ ഒരു മോഡലിലാണ് അവർ ബഥാനിയയിൽ ആ കാര്യങ്ങൾ ക്രമീകരിച്ചത് എന്ന് ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി തീർന്നു. അത് പറയുന്നത് ആ അത്ഭുതത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച്. അതായത് ഒരു ശരീരം ഈജിപ്തിൽ സംസ്കരിക്കുമ്പോൾ നമുക്കറിയാം, സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിനകത്ത് നിറച്ച് ആ വിധത്തിൽ ഒരു പ്രത്യേക നിലയിലാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ അവർ അടക്കുന്നത്. അതായത് അവരുടെ ഉള്ളിലെ ചില ആന്തരിക അവയവങ്ങളെ എടുത്തു മാറ്റി ശരീരത്തിനകത്ത് സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച് അവരെ അടക്കം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈജിപ്തിലുള്ളത്. എന്തുമാകട്ടെ, ബഥാനിയിൽ ലാസറിന്റെ ശരീരം അങ്ങനെയാണ് അടക്കിയതെങ്കിൽ അങ്ങനെയല്ല എങ്കിൽ കൂടെ മരിച്ച് നാറ്റം വമിച്ചു 3 ദിവസമായി. അർത്ഥം, ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ പലതും നിർജീവമായി അത് ദ്രവിച്ചു കഴിഞ്ഞു. പക്ഷെ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അധികാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 41-ാമത്തെ വാക്യം, 41-ാമത്തെ വാക്യം. യേശു ഭയപ്പെട്ടല്ല പ്രാർത്ഥിക്കുന്നത്. യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അടുത്തത് 42-ാമത്തെ, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാനിത് പറയുന്നു. 43-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന്
ഉറക്കെ വിളിച്ചു. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു മനുഷ്യനും ജയിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് മരണത്തിൻ്റെ ശക്തിയാണ്. ഒരു മനുഷ്യനും മരണത്തെ ഇതുവരെ ജയിക്കാൻ ഈ ഭൂമിയിൽ കഴിഞ്ഞിട്ടില്ല. പല സിസ്റ്റങ്ങൾ, പല വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ഭൂമിയിലെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മരണത്തെ ജയിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മരണത്തെ ജയിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവാണ്. ഇവിടെ യേശു ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ലാസറിനെ ജീവിപ്പിച്ചവനായി തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നാം അതിനെ ആക്ഷരികമായ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമായി കാണുകയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ പിന്നിൽ കാണുന്നത് ലാസറിന്റെ മരണത്തിന് കാരണമാക്കിയ ആ മരണത്തിൻ്റെ ശക്തിയാണ് യേശു ആ കല്ലറയുടെ മുമ്പിൽ തൻ്റെ പ്രാർത്ഥന കൊണ്ട് കീഴ്പ്പെടുത്തുന്നത്. ആർക്കും മുമ്പിൽ കീഴടങ്ങാത്ത ആ മരണത്തിൻ്റെ ശക്തിയെ യേശു പ്രാർത്ഥനയിൽ ജയിക്കുകയാണ്. എങ്ങനെയാ ജയിക്കുന്നത്? പുത്രത്വത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളെ കൊണ്ട് അവൻ ആത്മലോകത്തെ കീഴടക്കി. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ നിൽക്കുന്ന ജനം കേൾക്കേണ്ടതിന് ഞാൻ വിശ്വസിക്കുന്നു പിതാവേ, നീ എൻ്റെ അപേക്ഷ കേൾക്കും, കേട്ടിരിക്കുന്നു എന്ന്. നോക്കിയേ, യേശു അവിടെ ഒരു റിക്വസ്റ്റ് അല്ല നടത്തുന്നത്. യേശു അവിടെ ഒരു ഹംബിൾ പെറ്റീഷൻ അല്ല നടത്തുന്നത്. പുത്രത്വത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് മരണത്തിൻ്റെ ശക്തിയെ വെല്ലുവിളിച്ചിട്ട് പറയുക, 3 ദിവസം മുമ്പ് ലാസർ മരിച്ചു, അവൻ്റെ ശവശരീരം അടക്കപ്പെട്ടു. എന്നാൽ പുത്രത്വത്തിൻ്റെ അധികാരം ലഭിച്ചവൻ ഒറ്റ വാക്കുച്ചരിക്കുന്നു, ലാസറേ പുറത്തു വരിക. അവൻ്റെ ഒറ്റ വാക്ക് 3 തവണ പറഞ്ഞില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ലാസറേ പുറത്തു വരിക. 43-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ഉറക്കെ വിളിച്ചു. 44-ാമത്തെ വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിൻ്റെ അർത്ഥം യേശു പുത്രത്വത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ബലവാനായ മരണത്തിൻ്റെ ശക്തിയെ അവനിലും ബലവാനായ പുത്രത്വത്തിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അന്ന് പകല കല്ലറയുടെ മുമ്പിൽ കീഴടക്കി. അതേ ആത്മാവിനെയാണ് ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ അവൻ പകർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ അധികാരമാണ് നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത്. ഏതധികാരം? മരണത്തിൻ്റെ ശക്തിയെ പോലും വെല്ലുവിളിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരധികാരം, ഒരു പുത്രത്വത്തിൻ്റെ അധികാരം. ദൈവമക്കളെ, ഇന്നു പകൽ നാം തോറ്റവരല്ല, നാം പരാജയപ്പെട്ടവരല്ല, നാം തലകുനിച്ചവരല്ല, ഹല്ലേലൂയ, നാം കരയേണ്ടവരല്ല, നാം ശത്രുവിൻ്റെ മുമ്പിൽ വിലപേശേണ്ടവരല്ല. നാം അധികാരത്തോടെ എഴുന്നേൽക്കേണ്ടവരാണ്. അവനിലും ബലവാനായവൻ്റെ അഭിഷേകം, അവനിലും ബലവാനായ തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഇന്നു പകൽ ഭയത്തിൻ്റെ ആവശ്യമില്ല. പുത്രത്വത്തിൻ്റെ അഭിഷേകത്തിൽ നാം എഴുന്നേൽക്കേണ്ട സമയമായി. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, റോമാലേഖനം 8:37, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരിക. ലൂക്കോസ് 11:22 പറയുന്നു, അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവൻ ആശ്രയിക്കുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. അവനിലും ബലമേറിയവൻ അത് യേശു ക്രിസ്തുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവറിയിൽ അവൻ്റെ സർവ ആയുധങ്ങളെയും നിർവീര്യമാക്കി. അവൻ്റെ സകല അധികാരങ്ങളെയും കൊള്ള ചെയ്തു. ഇന്ന് സഭയ്ക്ക് ആ അധികാരത്തെ കൊടുത്തിരിക്കുക. ഓ ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലെ ആ വചനം കൂടെ വായിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളം പ്രകാശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് ഒന്ന് വായിച്ച് സഹായിച്ചാൽ അനുഗ്രഹമായിരിക്കും. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം
വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യമാണ് പ്രാധാന്യം. ഇങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത്, അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെട്ട സകല നാമത്തിലും, ആമേൻ, നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. അടുത്ത വാക്യം അവൻ ആഘോഷത്തോടെ വായിക്കണം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ആമേൻ, എഫേസ്യർ 6 പറഞ്ഞു, ആമേൻ, ഈ ലോകത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ കർത്തൃത്വമുണ്ട്, ഒരു വാഴ്ചയുണ്ട്, ഒരു അധികാരമുണ്ട്, ഒരു സ്വർലോകത്തിലെ സേനാ അധിപതികളുണ്ട്, ആമേൻ, ദുഷ്ട ആത്മസേനയുണ്ട്. എന്നാൽ ഇവിടെ വായിച്ച വചനഭാഗത്ത് പറയുകയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആര് വ്യാപരിച്ചു? പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അടുത്തത് പറയാണ്, സ്വർഗത്തിൽ തൻ്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നെ സന്തോഷിപ്പിച്ച 23-ാമത്തെ വാക്യം പറയുകയാണ്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ ജയിച്ചെന്ന് മാത്രമല്ല, ജയിച്ചവരാക്കി നമ്മെ തീർത്തിരിക്കുകയാണ് അവൻ മുഖാന്തരം. ഇവിടെയാണ് പൗലോസ് പറഞ്ഞ റോമർ 8 വചനവും ഈ വചനവും നമ്മെ കൂട്ടിച്ചേർക്കേണ്ടത്. അവൻ മുഖാന്തരം നാമോ നമ്മെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിൻ്റെ മേലും ജയം ലഭിച്ചിരിക്കുക. എവിടെയൊക്കെ ജയം ലഭിച്ചു? യേശു ഏതെല്ലാം ജയിച്ച് കീഴ്പ്പെടുത്തിയോ ആ ജയം നമുക്ക് ലഭിച്ചിരിക്കുക. എങ്ങനെ ലഭിച്ചു? അവൻ മുഖാന്തരം ലഭിച്ചു, യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചു. 2, അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് മുഖാന്തരം ആ ജയം നമുക്ക് ലഭിച്ചിരിക്കുക. Through Christ Jesus and through the anointing of the Holy Spirit, we became more than conquerors. We became the inheritors of the victory of Christ Jesus on the cross that happened 2000 years ago. Hallelujah. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പൂർത്തീകരിച്ച കാൽവറിയിലെ വിജയത്തിന്റെ ഭാഗമായി നാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ വചനം കേൾക്ക്. അതുകൊണ്ട് നാം ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ സ്വീകരിച്ചിരിക്കുന്നത്. ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല. ഇനി അവൻ തന്ത്രം മെനയുമ്പോൾ തന്നെ ആത്മലോകത്തിൽ സഞ്ചരിക്കുന്ന, ആത്മനിറവിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതൽ പറയും, ആ കളി ഇവിടെ നടക്കത്തില്ല. ഹല്ലേലൂയ. ആ പോരാട്ടം ഈ സഭയിൽ നടക്കത്തില്ല. നീ മറ്റു പലയിടത്തും ആമേൻ ജയിച്ചു പൊരുതിയ ആമേൻ വിഭാഗതിയുടെ ആമേൻ ഡിവിഷൻ്റെ ആമേൻ ഹല്ലേലൂയ ആങ്കറിൻ്റെ ഹല്ലേലൂയ ആമേൻ അങ്ങനെ തുടങ്ങി ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ആമേൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പോരാടുന്ന ഒരു സഭയാണ് ദൈവം ആമേൻ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അധികാരം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകൽ ദൈവദാസൻ പറഞ്ഞതുപോലെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുത്രത്വത്തിൻ്റെ ആമേൻ വെളിച്ചത്തിൻ്റെ അധികാരത്തിലേക്ക് അവൻ നമ്മെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. ഇനി ഇരുട്ടിന് നമ്മുടെ മേൽ അധികാരമില്ല. ഇനി പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ഇനി ലോകത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ശത്രുത്വങ്ങൾക്കും വാഴ്ചകൾക്കും ഈ ലോകത്തിലുള്ളതിലും വരുവാനുള്ളതിനും ഇനി നമ്മുടെ മേൽ
അധികാരമില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചേ. ഇന്ന് പകൽ വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ, ഇന്നലകളിൽ ശത്രു എന്നെ കീഴ്പ്പെടുത്തിയെങ്കിൽ, എന്നെ തളർത്തിയെങ്കിൽ, തന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്നെ ആത്മീക ജീവിതത്തിൽ യുദ്ധത്തിൽ നിന്ന് എന്നെ ക്ഷീണിപ്പിച്ച് കളഞ്ഞെങ്കിൽ, ഇനി ഞാൻ ക്ഷീണിക്കില്ല, ഇനി ഞാൻ ശക്തിയോടെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഒന്ന് അല്പനിമിഷം ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:23 വചനം നിങ്ങൾ മറക്കരുത്. സകലത്തിൻ്റെയും നിറവായിരിക്കുന്ന ആ നിറവ് അവൻ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. ആ അധികാരം അവൻ നമുക്ക് നൽകിയിരിക്കുക. അല്പനിമിഷം അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ അവകാശങ്ങളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന സകല നുകങ്ങളും ഇന്ന് പകൽ തകരുന്ന പകലാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശത്രു വെച്ചിരിക്കുന്ന സകല നുകങ്ങളും തകരുന്ന പകല. പക്ഷേ ഇന്ന് രാവിലെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ് ചെയ്തൊരു വചനമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് സഭയോടുള്ള ദൂതാണ്. 125 സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. ഞാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചന വെളിപ്പാടിൽ സഭയോട് പറയുകയാണ്, ഇന്നലകളിൽ ശത്രു വെച്ച സകല ചെങ്കോലുകളും ഹല്ലേലൂയ ഇന്ന് പകൽ ഒടിയുന്ന പകലാണ്. നീതിമാന്റെ അവകാശത്തിന്റെ മീതെ ഒരു ചെങ്കോലും ഇരിക്കത്തില്ല. ആ ദൂതം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ചില ചെങ്കോലുകൾ ഒടിയും. നീതിമാന്റെ അവകാശം ഇന്ന് പകൽ അവന് ലഭിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളും അതിൻ്റെ അവകാശങ്ങളും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അതിനെ അവൻ ഇന്നലകൾ ഡിലേ ചെയ്യിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, അധികാരത്തോടെ സഭ എഴുന്നേൽക്കുകയാണ്. അവന്റെ ചെങ്കോലുകളെ ഒടിച്ചു കളയുന്ന, അവന്റെ വാഴ്ചകളെ ഒടിച്ചു കളയുന്ന അഭിഷേകമുള്ള സഭ എവിടെ എഴുന്നേൽക്കുന്നു, അവിടെ അവകാശങ്ങൾ കയ്യിലെത്തിയിരിക്കും. ഞാൻ ഇന്ന് പകൽ രഹോബോത്ത് സഭയെ നോക്കി ആത്മാവിൽ ദൂത് പറയുന്നു, അവകാശങ്ങൾ ദൈവം തരാൻ പോകുകയാണ്. ദേശത്തിന്റെ മേൽ അവകാശങ്ങൾ തരാൻ പോകുകയാണ്. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണം ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ആലോചന പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്പനിമിഷം ഒന്ന് കരം തട്ടി ഒന്ന് ആത്മാവിൽ ആരാധിച്ചു. ഈ ദൂതം ഏറ്റെടുത്തു. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അവകാശത്തെ, വാഗ്ദത്തങ്ങളെ, ദൈവിക പദ്ധതികളെ ഡിലേ ചെയ്യിപ്പിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ പദ്ധതികളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു വെച്ച ആ പൈശാചിക ലോകത്തെ കീഴ്പ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചില യുദ്ധങ്ങൾ നടക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ചില യുദ്ധങ്ങൾ നടക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ചില യുദ്ധങ്ങൾ നടക്കുകയാണ്. എന്റെ ജനത്തെ മുൻപോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞു വാദിക്കുന്ന ഫറവോന്റെ അധികാരങ്ങളുടെ ചെങ്കോൽ തകരും, 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 തകരും. നിന്റെ തലമുറയെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന, ദൈവത്തിങ്കിൽ നിന്ന് വലിച്ചു മാറ്റുന്ന റിസീവ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാവേ, നിന്റെ തലമുറയുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ ആ ഡെലിവറൻസ് ഇന്ന് പകൽ നടക്കുകയാണ്. ആ വിടുതൽ ഇന്ന് പകൽ നടക്കുകയാണ്. സഭ അധികാരത്തോടെ എഴുന്നേൽക്കട്ടെ.